2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞവനായ ദൈവം. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവമാണ്. അതെന്ത് വലിയൊരു വാഗ്ദത്തമാണ്. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കടന്നു വന്നാലും അവരുടെ മധ്യേ സൈന്യങ്ങളുടെ അധിപൻ കടന്നു വരും. അവരുടെ മധ്യേ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഏകനായ മഹാ അത്ഭുതങ്ങൾ ചെയ്യുന്ന അത്ഭുത മന്ത്രി വീരനാം ദൈവം, സകലത്തിന്മേൽ ആധിപത്യമുള്ളവൻ, സകലത്തിന് സൂത്രധാരകൻ, സകലത്തിന് സൃഷ്ടാവാം ദൈവം, അസാധ്യമായി ഒന്നുമില്ലാത്തവനായ ദൈവം, അവൻ ആൽഫയും ഒമേഗയുമായ ദൈവം, ബലവാനാം ദൈവം, സർവശക്തനായ എൽ ശദായാം ദൈവം, യഹോവ ഈരയാം ദൈവം, സൗഖ്യദായകനായ യഹോവ റാഫയാം ദൈവം, സമാധാനത്തിന്റെ പ്രഭുവാകുന്ന യഹോവ ശലോമോ ദൈവം, ഓ ശവത്തോ റഖനസിബത്തോ റബനബ റികസികത്തോ റിബനബ ശിബബബേ. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. ഇന്ന് രാത്രിയിൽ നുറുക്കത്തിന്റെ നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഉയർച്ചയിലാകട്ടെ, താഴ്ചയിലാകട്ടെ, വേദനയിലാകട്ടെ, ലാഭത്തിലാകട്ടെ, നഷ്ടത്തിലാകട്ടെ, സുഖത്തിലാകട്ടെ, അസുഖത്തിലാകട്ടെ, ഇന്ന് രാത്രിയിൽ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും, പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടുണ്ടെന്ന് തോന്നുന്ന ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, നാളത്തെ ഇതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, ഈ സമയം തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത് രാജാധിരാജാവാം, പ്രത്യാശയുടെ ദൈവം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ലെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നുണ്ടെങ്കിൽ, ഓ വിളിച്ചവൻ വിശ്വസ്തനായ ദൈവം, യഹോവയാം ദൈവത്തിന്റെ ആ പേരിന്റെ അർത്ഥം തന്നെ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തതുമായ ദൈവം. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ആരാധന അടക്കി കളയരുത്. Let there be a flow of worship happening in this place. ഇന്ന് രാത്രിയിൽ വാസ്തവത്തിൽ ഒരു സന്ദർശനത്തിന്റെ രാത്രിയായി മാറുവാൻ പോവുകയാണ്. ദൈവം ഓരോരുത്തരോടും ഇടപെടുന്ന ഒരു രാത്രിയായി മാറുകയാണ്. Already he is dealing with you. Hallelujah. Hallelujah. അവന് മഹത്വം കൊടുത്താട്ടെ. അവനെ പോലെ ആരുമില്ല. Yes.
നിരാശയോടെ പ്രതീക്ഷയോടെ അവന്റെ സന്ധിയിൽ കടന്നു വരരുത്. ഇവിടെ കടന്നു വന്നു കഴിഞ്ഞിട്ട് ചിലതിനെ കുറിച്ച് ചിന്തിക്കുവാനല്ല, ഭവനങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായി come into the presence of God with expectation. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ കടന്നു വരുന്നത് വിശ്വാസത്തിന്റെ പ്രതീകമാണ്. അങ്ങനെങ്കിൽ അവന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ പോലും വെറും കൈയോട് വിടുന്ന ഒരു രാജാവല്ല. തലമുറകളെ കുറിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തി ഇതിന്റെ നടുവിലുണ്ട്. I want to tell you in the spirit, തലമുറയെ കുറിച്ചുള്ള ഭാരത്തെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ മാർച്ച് മാസത്തിന് മുമ്പ് there is going to be a turning point coming into the life of Jesus. Holy Spirit, yes Lord, hallelujah. ഈ ഫെബ്രുവരി മാസം തന്നെ സഹോദര, there is going to be a turning point, or there is going to be a breakthrough that is going to come. Amen. Hallelujah. Holy Spirit, Jesus. Holy Spirit. Oh, hallelujah. ആ ഒരു വിഷയത്തെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട നെടുവീർപ്പോടുകൂടി ദീർഘനിശ്വാസങ്ങൾ അത് ദൈവം കണ്ടിരിക്കുകയാണ്. Thank you, Jesus. Oh Lord, I praise you, God. I praise you, my Master. I praise you, God. Oh, Shaman Torah Kharastimana Tarabana Basavana Torabana Tarabana. Hallelujah. ആത്മീയമായ വിഷയങ്ങൾ കൂടുതലായി ഒന്ന് വാഞ്ചിച്ചാലും, ആത്മീയമായ വിഷയങ്ങൾ ഇന്ന് കൂടുതലായി വാഞ്ചിച്ചാലും, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഈ സമയം തന്നെ ആത്മീയമായ ചില ഉണർവ് ഉണ്ടാകുവാൻ തക്കോണം ഇടവറിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. കുടുംബാംഗങ്ങളെ കുറിച്ച് ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഭാരത്തോടുകൂടി ഇരിക്കുവാൻ സമയമല്ല. Speak out in faith. യേശുക്രിസ്തു വിശ്വസിക്കുക എന്ന് നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം ഒന്ന് മുറുകെ പിടിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ ശബരബലബ ശിലബലബ. Holy God. Hallelujah. Jesus. Jesus. Hallelujah. Thank you, Holy Spirit. I give you glory, Lord. Holy Spirit. Thank you, Lord. ദൈവത്തിന്റെ സാന്നിധ്യം അക്ഷരികമായി ഇവിടെ ഉണ്ടത് അത് വ്യക്തമായി ഞാൻ കാണുന്നു, ഞാൻ അനുഭവിക്കുന്നു. I know the Lord is in our midst. യേശു ഒരിടത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ സംഭവിക്കും. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഹൃദയങ്ങളെ അവൻ തൊടും. ഹോളി സ്പിരിറ്റ്. ചില വിഷയങ്ങളിൽ ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദരി, യേശു ഇന്ന് രാത്രി നിന്റെ പ്രയാസങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം അവൻ മതിയായവനായ ദൈവമാണ്. Holy God. Thank you, Holy Spirit. Thank you, my Master. Oh Lord, I praise you, I praise you, I praise you. I praise you, God, I praise you, my Master. Oh Lord, oh Lord, oh Lord. എൻ്റെ പൊന്നുനാഥനാം ദൈവമേ, you touch her right now, my Master. Oh Lord, fill her, oh God. Fill her, my Master. Hallelujah. Let her glorify you. Let her glorify you as she serves you, my Master. അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ മലാഖി 3:16 മുതൽ 18 വരെ ഉള്ളത്. Let it come to pass in her life. ദൈവത്തെ സേവിക്കുന്നവരും അല്ലാത്തവരുമായുള്ള വ്യത്യാസം അത് വെളിപ്പെടുവാൻ പോകുന്ന സ്തോത്രം. Yes, it has begun in the name of Jesus. Thank you, Lord. Holy Spirit. Holy God. Thank you, thank you, thank you, Lord. Thank you, my Master.
You will bring greater glory to the Lord. Your life will bring greater glory to God. Hallelujah. Hallelujah. Receive it. We Hallelujah. praise you, O Lord. I sprinkle her with the blood of Jesus. Holy God, we thank you, Lord. You're a God who brings wholeness. You're a God who brings joy. Fill her. Thank you, Holy Spirit. പൊന്നുനാഥനാം ദൈവങ്ങളെ പരിപൂർണമായ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന തുടർന്നുള്ള ഓരോ നിമിഷവും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ. Lord, you take complete charge and control of tonight, God. പരിശുദ്ധാത്മാവന്തം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറന്നു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവന്തം ഞങ്ങളുടെ കാതുകളെ തുറന്നു തരുമാറാകണമേ. അങ്ങനെ മൃദുസ്വരം കേൾപ്പാൻ തക്കണം ഇടവരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മർമ്മങ്ങൾ, ഹല്ലേലൂയ, ആത്മീയ മർമ്മങ്ങൾ അത് വിവേചിച്ച് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കൃപ ചെയ്യുമാറാകണം, നടത്തുമാറാകണം. ഇന്നത്തെ മീറ്റിങ്ങിനെ പരിപൂർണമായി അനുഗ്രഹിച്ച് മുമ്പോട്ട് നടത്തുമാറാകണം, നയിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം പുകഴ്ച അങ്ങേക്ക് മാത്രം. യേശുവേ, അങ്ങ് ഹല്ലേലൂയ, അങ്ങ് തന്നെ ദൈവമേ ഉയർന്നിരിക്കണം. നാം കുറയണം, നാമോ കുറയണം. അങ്ങയോ ഹല്ലേലൂയ, may we decrease and may you increase, oh Lord. Hallelujah, hallelujah, hallelujah. അങ്ങയുടെ നാമം മഹത്വം ഇടവരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരങ്ങളടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നമുക്ക് ഇരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവം തന്ന ഒരു ചിന്ത, come into the presence of God with expectation. വെറുതെ കടന്നു വരരുത്. When you come with an expectation. Hallelujah. അതിനെക്കുറിച്ച് നിങ്ങൾ ശാന്തമായി ഭവനങ്ങളിൽ പോയിരുന്ന് ചിന്തിച്ചാൽ മതി. Coming into the presence of the Lord. രാജസന്നിധിയിൽ ആർക്കും വെറുതെ കടന്നു പോകാൻ പണ്ട് പറ്റത്തില്ലായിരുന്നു. You need to have a purpose. ഇന്ന് രാത്രിയിൽ ആ ഒരു പർപ്പസോടെ നിങ്ങൾ ആയിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യുകയാണ്. വീണ്ടും ഒരിക്കലും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മധ്യ ആയിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും നാം ചേർന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. കൂടുതൽ സമർപ്പണത്തോടെ തന്നെ നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. കർത്താവിൽ പ്രിയരെ, കടന്നു വന്ന ഏവർക്കും വീണ്ടും ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് തുടർന്നുള്ള വചനധ്യാനത്തിനായി ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം ഇന്നലെ കുറി വാക്യമായി 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ജീവ പുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത ഏവനെയും. ജീവപുസ്തകത്തിൽ എന്തുവാ? പേര് എഴുതി കാണാത്ത. അപ്പൊ പേരിന് വലിയൊരു പ്രസക്തിയുണ്ട്. ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അത് 2ാമത്തെ മരണം. ഇന്നലെ ഈ 2ാമത്തെ മരണത്തെക്കുറിച്ച് വളരെ ചുരുക്കമായി നമ്മളൊന്ന് ചിന്തിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോയായിരുന്നു. ഇപ്പം ഞാൻ പറയുകയുണ്ടായി, ആത്മീയമായ മരണമായിരുന്നു ആദ്യത്തെ മരണം. എന്നാൽ ഈ മെസ്സേജിൻ്റെ കോണ്ടെക്സ്റ്റിന് വേണ്ടി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ. നാം ലോകത്തിൽ മരണം എന്ന് പറയുന്ന വിഷയം വിശുദ്ധ വേദ പുസ്തകത്തിൽ പലയിടങ്ങളിൽ ഈ ലോകത്ത് നാം കണ്ണടയ്ക്കുന്നതിനെ കുറിച്ച് നിദ്ര എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു ലാസർ മരിച്ചു കിടന്നപ്പോൾ പറഞ്ഞത് അവൻ നിദ്രയിലാണെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, എന്നാൽ നല്ലതല്ലേ, സൗഖ്യമാപ്പം. യേശു വ്യക്തമായി പറയുകയാണ്, അവൻ മരിച്ചു. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അത് 2ാമത്തെ മരണം. അപ്പൊ ഞാൻ പറഞ്ഞു, 2ാമത്തെ മരണമാണെങ്കിൽ 2 മരണം ഒന്നിൽ കൂടുതൽ കാണണം. ഈ ഭൂമിയിലുള്ള ആദ്യത്തെ ഒരു മരണം, നിദ്ര എന്ന് പറയുന്ന ആ മരണം ഇരിക്കവേ 2ാമത്തെ ഒരു മരണമുണ്ട്. അപ്പം ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതി വരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ that should be one of our main desires. അപ്പം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ച ഒരു വിഷയമാണ്
മാനസാന്തരപ്പെടാതുള്ള സ്നാനം, വെറുതെ പേരിന് ഉള്ള രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതൊന്നുമല്ല. നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രി മുമ്പോട്ട് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നത്, ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലെങ്കിൽ എന്തുവാ സംഭവിക്കുന്നത്? നാം മരിച്ചു കഴിയുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? ശരിക്കും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തുവാ സംഭവിക്കുന്നത്? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് എന്തുവാ സംഭവിക്കുന്നത്? അതിനാധാരമായിട്ട് നമുക്കൊരു വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ ഉള്ള വാക്യങ്ങൾ. The Gospel according to Luke chapter 16 verse number 19 onwards. പ്രൈസ് ബി ടു ഗോഡ്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പക്ഷേ ഈ വേദഭാഗം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ഉപമയല്ല, യേശു പറഞ്ഞൊരു കഥയല്ല. വാസ്തവത്തിലുള്ള വ്യക്തികളുടെ പേര്, സ്ഥലത്തിൻ്റെ പേര് ഒക്കെ പറഞ്ഞ്, സോ ദിസ് ഇസ് നോട്ട് എ പാരബിൾ. ഇത് യേശു പറയുകയാണ്, ഹിസ് ടെല്ലിങ് ദ റിയാലിറ്റി. ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് വ്യക്തികളെ കാണുന്നത്. ഒരു ധനവാനായ മനുഷ്യൻ, മറ്റത് ലാസർ, ദരിദ്രനായ ലാസർ. അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച സഹോദരി. മതി. ഇത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്തുവാ എന്ന് നോക്കുമ്പോൾ, ഈ ധനവാനായ മനുഷ്യൻ നരകത്തിൽ, പാതാളത്തിലായിരിക്കുന്നെന്ന് വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. അത് മുഴുവൻ ഒന്ന് നോക്കിക്കേ. അവൻ്റെ പാപത്തെക്കുറിച്ച് എന്തെങ്കിലും നാം ഒരു വ്യക്തിയെ നോക്കിയിട്ട്, ധനവാനായ വ്യക്തിയെ നോക്കിയിട്ട് നാം ഇവൻ പാപിയെന്ന് നമ്മൾ പറയാറുണ്ടോ? ആരെങ്കിലും പറയാറുണ്ടോ? ധൂമ്രവസ്ത്രം ഇട്ടിരിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ അവൻ പാപിയാ, നരകത്തിൽ പോകുന്നു പറയുമോ? ധൂമ്രവസ്ത്രം എന്നുള്ളത് പേർപ്പിൾ എന്ന ഇംഗ്ലീഷ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പട്ടെന്നുള്ളതല്ല, ആക്ച്വലി അതിൻ്റെ റൂട്ട് വേർഡ് ഇസ് എ ലിനൻ. അതാ ഇംഗ്ലീഷ് വേർഷനിൽ ലിനൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇനി പട്ടിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ നരകത്തിൽ പോവോ? ശുഭ്രവസ്ത്ര ലിനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദി പ്യൂറസ്റ്റ്, വെള്ള നിറത്തിലുള്ള വസ്ത്രം. അതിട്ടാൽ വേർക്കത്തില്ല. അങ്ങനെ പല ക്വാളിറ്റീസ് ഉള്ള ഒരു വസ്ത്രമാണ്. ആഡംബരമായിട്ട് ജീവിച്ചതാണോ അവൻ്റെ പ്രശ്നം? നമുക്കൊന്നുകൂടെ ആ വാക്യം ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. വായിച്ചാട്ടെ. ധനവാനായ ഒരു മനുഷ്യൻ. പ്രൈസ് ബി ടു ഗോഡ്. അപ്പം ധനം പാപമല്ല,
ധനവാനാകുന്നതും പാപമല്ല. അങ്ങനെയാണെങ്കിൽ അബ്രഹാം പിതാവ്, ഇസഹാക്കാകട്ടെ, യാക്കോബാകട്ടെ, അവർക്കുണ്ടായിരുന്ന ധനത്തെക്കുറിച്ച് നമ്മൾ ബൈബിള് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്ത് ധനികരായിരുന്നു. അപ്പൊ ധനമല്ല വിഷയം. അവർക്ക് ധനമുണ്ടായിരുന്നു. എന്നാൽ ഈ ധനവാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ധനത്തിൽ ആശ്രയം വന്ന് കഴിയുമ്പോൾ, ആശ്രയം സ്വപര്യാപ്തമായി ജീവിക്കുവാൻ നാം തുടങ്ങുമ്പോൾ, നമ്മുടെ ബാങ്ക് ബാലൻസ് ഒക്കെ നമുക്ക് മതി എന്നുള്ള ചിന്തയൊക്കെ വന്നു കഴിയുമ്പോൾ, കൂടുതൽ പണം സമ്പാദിക്കണം. 1 തിമോത്തിയോസ് 6:10 പറയുന്നത്, ദ ലവ് ഫോർ മണി ഇസ് എ റൂട്ട് കോസ്. എന്തുവാ? ദ്രവ്യാഗ്രഹം സകലവിധമായ അതിനെ കാരണം ഇറ്റ്സ് എ റൂട്ട് കോസ്. മനസ്സ് മുഴുവനും ദ്രവ്യാഗ്രഹമാണ്. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെ കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അതിന്റെ 9-10 ഭാഗങ്ങളിൽ പറയുന്നത് എന്തുവാണെന്നറിയുമോ? വാഗ്ദത്ത ദേശം ലഭിച്ചിട്ടും അന്യദേശത്തെന്നതുപോലെ ഒരു പരദേശിയെ പോലെ ആരാ? അബ്രഹാമും തന്റെ മകനാകുന്ന ഇസഹാക്കും ചെറുമകനാകുന്ന യാക്കോബും കൂടാരങ്ങളിൽ പാർത്ത് യഹോവ ശില്പിയും നിർമ്മിക്കുകയും ചെയ്ത അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തുനിന്ന ഒരു അബ്രഹാമിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ മത്തായി 6 അതിന്റെ 19-20 വാക്കുകളിൽ ഇങ്ങനെ പറയുന്നത്, ഈ ഭൂമിയിലല്ല നമ്മുടെ നിക്ഷേപം വേണ്ടത്. ഇവിടെ തുരുമ്പെടുത്ത് പോകും, കള്ളന്മാർ മോഷ്ടിച്ചു പോകും. എന്നാൽ നമ്മുടെ നിക്ഷേപം എവിടെ ആയിരിക്കണം? സ്വർഗത്തിലായിരിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3 അതിന് 1-2 വാക്യങ്ങളിൽ പറയുന്നത്, നമ്മുടെ കണ്ണുകൾ ഭൂമിയിലല്ലായിരിക്കണം, സ്വർഗത്തിലുള്ളത്, ക്രിസ്തുവിനോട് കൂടി our eyes have to fix on the things that are heavenly. ഫിലിപ്പിയർ 3:20 പറയുന്നത്, for we are not the citizens of this world. സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. ഹല്ലേലൂയ. യോഹന്നാൻ 17, 14, 15 ഭാഗങ്ങളിലൊക്കെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നാം ഈ ലോകത്തിലാണെങ്കിലും നാം ഈ ലോകത്തിനുള്ളവരല്ല. We are not of the world. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ സഹോദര സഹോദരി, നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ദുഷ്ടപിശാച് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് എന്താണെന്നറിയോ? He will entangle you with things of this world. അന്നേരം നമ്മുടെ കണ്ണൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കണ്ണ് സ്വർഗീയമായ വിഷയത്തിൽ നിന്നൊക്കെ മാറി എത്ര ആത്മീയരാണെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സ് ലോകവുമായിട്ടുള്ള വിഷയങ്ങളിൽ അങ്ങ് ബന്ധിക്കപ്പെടും. അതിനാ യേശു പറയുന്നത് മത്തായി 6:21, നിന്റെ നിക്ഷേപം എവിടെ? Where your treasure is, that's where your heart is. നമ്മുടെ സമ്പത്ത് എന്തുവാ? ഒന്ന് ശോധന ചെയ്യണം. ഇന്നലത്തെ വിഷയത്തിന്റെ കണ്ടിന്യൂവേഷനാ. നമ്മുടെ സമ്പത്ത് എന്തോ? Where is your treasure? That's where your heart is. അന്നേരം ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസത്തെ ഒരു കണക്കെടുത്ത് ഒന്ന് മനസ്സിൽ ഓർക്കണം, where is your heart? ബിസിനസ് ആണോ ദ മെയിൻ തിങ്? പണമാണോ? മക്കളാണോ? ഭാര്യയ്ക്ക് ഭർത്താവാണോ? ഭർത്താവിന് ഭാര്യയാണോ? അതോ മറ്റാരെങ്കിലും ആണോ? വാട്ട് കൺസ്യൂംസ് മോസ്റ്റ് ഓഫ് യുവർ ടൈം? ഏറ്റവും കൂടുതൽ സമയം. ബിക്കോസ് വേർ യുവർ ട്രഷർ ഇസ്, ദാറ്റ്സ് വേർ യുവർ ഹാർട്ട് ഇസ്. നിന്റെ സമ്പത്ത് അല്ലെങ്കിൽ നിക്ഷേപം എവിടെ? അവിടെ ഹൃദയം എന്ന് യേശു പറയുന്നു. ആൻഡ് ദ ലോർഡ് നോസ് ഇറ്റ് ഓൾ. പിള്ളേർക്ക് ഒരു പക്ഷേ മേ ബി ഇറ്റ്സ് അബൌട്ട് യുവർ ആംബിഷൻസ് ആൻഡ് ഫ്യൂച്ചർ, ഇതൊക്കെ there's nothing wrong about it. പക്ഷെ യേശു ആണോ? is Jesus at the center of your life? ഇതാ ഈ മനുഷ്യൻ ധനവാനായിരുന്നു. ഈ ധനത്തിന്റെ ആധിക്യം മുഖാന്തരമായി സംഭവിച്ചത് വായിച്ചാട്ടെ, 2 തിമോത്തിയോസ് 3:5 വാക്യം. 2 തിമോത്തിയോസ് 3:5 വാക്യം. അല്ല, 2 തിമോത്തിയോസ് 3:2 ആദ്യം വായിക്കാം നമുക്ക്. സ്വസ്നേഹികൾ. ലാസർ മുൻപിൽ കിടപ്പുണ്ട്. നമ്മൾ ആ വേദഭാഗം മുഴുവൻ വായിച്ചതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ ധനവാൻ നരകത്തിലാ.
നരകത്തിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കിയിട്ട് അബ്രഹാമിന്റെ മടിയിൽ ലാസർ കിടക്കുന്നത് കണ്ടിട്ട് അബ്രഹാം പിതാവിനോട് പറയുന്നത് എന്തുവാണെന്നറിയാമോ? അബ്രഹാം പിതാവേ, ആ ലാസറിനെ ഇങ്ങ് വിട്. ആ ലാസറിനെ. അപ്പം ലാസർ ആരായിരുന്നു? ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ലാസർ എന്തുവാ? വീടിന്റെ വെളിയിൽ കിടക്കുന്ന ആ എന്താ പറഞ്ഞേ, ദരിദ്രൻ, ദ ബെഗർ. എന്റെ മേശയിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് കിട്ടിയത് എഴുതിയിട്ടില്ല. സെൻഡ് ഹിം. ഇപ്പോഴും അവന്റെ മനസ്സിന്റെ അവസ്ഥ. സോ എന്തുവാ? സ്വസ്നേഹികൾ, മറ്റുള്ളവരോട് വാത്സല്യമില്ല. ആ ഭാഗങ്ങൾ, 2-3 വാക്യങ്ങളൊക്കെ വായിക്കണം. സമയം എടുത്ത് ഭവനത്തിരുന്ന് വായിക്കണം. മറ്റുള്ളവരോട് സ്നേഹമില്ല, മറ്റുള്ളവരുടെ ആവശ്യത്തെക്കുറിച്ച് നമുക്കൊരു ഭാരമില്ല. പലപ്പോഴും നാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില സമയങ്ങളുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ല. മറ്റുള്ളവരുടെ ഭാരം പങ്കിടുവാൻ താല്പര്യമില്ല. ഗലാത്യർ 6:2 പറയുന്നത്, തമ്മിൽ തമ്മിൽ ഭാരം വഹിക്കുവീൻ. ഇതിൽ കൂടെ എന്തോ പറയുന്നത്? ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, the law of Christ is fulfilled by sharing the burden. പ്രാർത്ഥിക്കുക. ഈ ദരിദ്രന്റെ കൂട്ടം എന്തുവാ? നായ്ക്കളാ, വേറെ ആരുമില്ല. ആവശ്യഭാരമുണ്ടെന്ന് അറിയാം. 1 യോഹന്നാൻ 3:17 പറയുന്നത്, ദൈവസ്നേഹം ഇല്ല ഈ വ്യക്തിയിൽ. ശ്രദ്ധിക്കണമേ, മറ്റൊരു പാപങ്ങൾ, അവൻ കള്ളുകൂടിയനായിരുന്നോ മറ്റ് ഒരു തരത്തിലെ കാര്യങ്ങളൊന്നും അല്ല എഴുതിക്കുന്നത്. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെയർ ഹി വെന്റ് റോങ്. ധനികനായിരുന്നു. ഇനി 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2 തിമോഥെയോസ് 3:5. ഭക്തിയുടെ വേഷം ധരിച്ച്. ഈ പറയുന്ന ധനവാനായ മനുഷ്യൻ ഇവിടെ എഴുതിക്കുന്നത് ധൂമ്രവസ്ത്രം ധരിച്ചിരുന്നു. ധൂമ്രവസ്ത്രം ആരാ ധരിക്കുന്നത്? The purple color was always associated with kings, രാജാക്കന്മാർ. ലിനൻ ആരാ? ഈ പറയുന്ന നേരിയ തുണി എന്ന് പറയുന്ന ലിനൻ എന്ന് പറയുന്നത് ആരാ ധരിച്ചോണ്ടിരുന്നത്? പുരോഹിതന്മാർ. 1 പത്രോസ് 2:9 പറഞ്ഞത്, നിങ്ങളോ രാജകീയ പുരോഹിത വർഗം. അപ്പൊ പുറമേ ഇവൻ കാണിക്കുന്നത്, ഇവൻ രാജാവല്ല എങ്കിലും രാജകീയമായി നടക്കുന്നു. പുരോഹിതനല്ല, എന്നാൽ പുരോഹിതന്റെ വേഷം ധരിക്കുന്നു. ഈ ധനവാൻ എന്ന് പറയുന്നത് ആത്മീയമായ കണ്ണുകളിൽ കൂടെ നോക്കുകയാണെങ്കിൽ പ്രാകൃത മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്ന, മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്ന, ഒരു അവിശ്വാസിയെ ചൂണ്ടിക്കാണിക്കുന്ന, ലൗകികനെ ചൂണ്ടിക്കാണിക്കുന്ന, എന്നാൽ പുറമേ ചിലതൊക്കെ കാണിക്കുവാൻ താല്പര്യപ്പെടുന്ന. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:3 പറഞ്ഞത്, നാം അല്ലാത്തത് ആണെന്ന് ചിന്തിച്ച് നമ്മളെ വഞ്ചിക്കരുത്. റോമർ 12:3 പറഞ്ഞത്, ഭാവിക്കേണ്ടതിന്റെ മീതെ ഭാവിക്കാതെ. സോ he was showcasing himself to be somebody when he was not somebody at all. ലവോദിക്ക സഭയോട് യേശു വെളിപ്പാട് 3:17-18 ഭാഗങ്ങളിൽ വായിക്കുന്നത് ഒന്ന് വായിക്കാമോ? Revelation, the book of Revelation chapter 3 verse number 17 onwards. Praise be to God. മതി. നാം ദൈവസ്നേഹമില്ലാതെ, ദൈവത്തോട് ചേർന്ന് നടക്കാതെ, നാം എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് യാതൊരു we are not even concerned about anyone എന്ന് പറയുമ്പോൾ, യേശുവിന് ഈ വ്യക്തിയെ കുറിച്ച് പറയാനുള്ളത്, നീ എന്താ? അരിഷ്ടനും നിർഭാഗ്യനും ദരിദ്രനും കുരുടനും. മതി. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തുവാണെന്നറിയാമോ? വായിച്ചാട്ടെ. അല്ല, ബാക്ക് ടു ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:20 വാക്യം. മതി. ലാസറെന്ന് ഞാൻ 19 വാക്യത്തെ ഒന്നുകൂടെ വായിച്ചിട്ട് സഹോദരി ഒന്ന് പറഞ്ഞ ആ ധനവാന്റെ പേര് ഒന്ന് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ഇല്ലല്ല, അദ്ദേഹത്തിന്റെ പേര്.
ദേശത്തെ പ്രമാണിയ ആഡംബരത്തോടെ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയാം, ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ പുള്ളിയുടെ വീട് എവിടാന്ന് അറിയായിരിക്കും ആൾക്കാർക്ക്, പുള്ളി ആരാന്ന് അറിയായിരിക്കും ആൾക്കാർക്ക്, പുള്ളിയുടെ പേര് അത് അച്ചടിപ്പശകാണോ അതോ യേശുവിനെ അറിയാത്തതാണോ? ഇത് 20ാമത്തെ വാക്യം തുടങ്ങുന്നത് ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ. അപ്പൊ ഈ ധനവാന്റെ പേരില്ല, ലാസർ എന്ന് പേരുള്ള ദരിദ്രൻ. ഇതാരാ ഈ പറയുന്നറിയാം? യേശു പറയുക. യേശു ലാസറിന്റെ പേരെടുത്തായി പറയുന്നത്. നിങ്ങളൊന്ന് കാര്യം ഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവനെ എൻ്റെ യേശു പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞില്ല. പ്രൈസ് ബി ടു ഗോഡ്. യെശയ്യാവ് 43:1 വാക്യത്തിൽ പറയുന്നത് എന്തുവാ? ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു, നീ എൻ്റെതാണെന്നാണ് ദൈവ മക്കളെ കുറിച്ച് യഹോവ ദൈവം പറയുന്നത്. I call you by your name, you are mine, says God. Hallelujah. യോഹന്നാൻ 10:3 യേശു പറയുന്നത്, ഒരു ഇടയന് തൻ്റെ ആടുകളുടെ പേരറിയാം, പേര് ചൊല്ലിയാ വിളിക്കുന്നത്. ധനവാന്റെ പേര് യേശുവിന് അറിയത്തില്ല. സർവജ്ഞാനിയായ യേശു പറയുന്നില്ല, ബിക്കോസ് ഹി ഈസ് നോട്ട് അക്നോളജിങ്, അഭിസംബോധന ചെയ്യുന്നില്ല, ഹി ഡസ് നോട്ട് കെയർ. മത്തായി 7-ാമത്തെ അധ്യായം, മത്തായി 7 അതിൻ്റെ 19ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കാം. Matthew chapter 7 verse number 19 onwards. Yeah. അപ്പൊ അവരുടെ ഫലത്താലാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത്. വായിച്ചാട്ടെ 20-21. അപ്പൊ പിതാവും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. അടുത്ത വാക്യം, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്ന ഒരു വിഷയമാണ്, ഞാൻ പ്രസംഗിക്കുന്നില്ലേ, ഞാൻ അത് ചെയ്തിട്ടില്ലേ, ഞാൻ ഇത് ചെയ്തിട്ടില്ലേ. മാനസാന്തരത്തിൻ്റെ ഫലം നമ്മിലുണ്ടോ? This is continuation to what we meditated yesterday. എന്നാൽ ഈ ദരിദ്രനായ ലാസർ മരിച്ചു. ദരിദ്രമല്ലായിരുന്നു ഹിസ് ക്വാളിഫിക്കേഷൻ. ആത്മീയ കണ്ണുകളിൽ കൂടെ നോക്കുകയാണെങ്കിൽ യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5:3 വാക്യത്തിൽ പറയുന്നത് എന്തുവാ? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർ പ്രൈസ് ബി ടു ഗോഡ്. അതിന്റെ 5ാമത്തെ വാക്യം പറയുന്നത് നീതിക്ക് വേണ്ടി, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ അവര് പ്രൈസ് ബി ടു ഗോഡ്. ഇപ്പൊ അബ്രഹാമിന്റെ മടിയില്ല, തൃപ്തി. പ്രൈസ് ബി ടു ഗോഡ്. അപ്പം ഈ പറയുന്ന ധനവാനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ, ധനവാൻ അബ്രഹാമിനോട് പറയുന്നത് ഈ ലാസറിനെ അങ്ങ് വിടണം എന്നാ പറയുന്നത്. എന്തിനാ? അവന്റെ സാക്ഷ്യം അവൻ പറയും. അപ്പം സാക്ഷ്യം എന്തുവാന്ന് അറിയായിരുന്നു. എൻ്റെ 5 സഹോദരന്മാരുണ്ട്, പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാനസാന്തരം. അപ്പൊ മാനസാന്തരത്തിന്റെ ആവശ്യം എന്തുവാ എന്നറിയായിരുന്നു. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഇനി അടുത്തത് നാം ചേർന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 20ാമത്തെ വാക്യം, ലൂക്ക് ചാപ്റ്റർ 16 verse 20. താഴോട്ട് വായിച്ചോട്ടോ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ മരണം എന്ന് പറയുന്ന വിഷയത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പം എത്ര ധനവാനാണെങ്കിലും, ഏത് ദരിദ്രനാണെങ്കിലും, ഏത് കുടുംബത്തിലാണെങ്കിലും, എന്തെല്ലാം ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, നാം ഒരു നാള് ഒന്നുകിൽ കർത്താവിൻ്റെ, ഇന്നലെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും.
അപ്പം ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു. ഇവിടെ എഴുതിയിരിക്കുന്നത് ലാസർ മരിച്ചു, ദൂതന്മാർ എന്തായി കൊണ്ടുപോയി. അടുത്ത വാക്യം, ധനവാനും മരിച്ചു. അപ്പൊ ധനവാനും മരിച്ചു, ധനവാനും അടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ലാസറും മരിച്ചു, ലാസറും അടക്കപ്പെട്ടിരുന്നു. അപ്പൊ നമ്മുടെ ഭൗമ ശരീരമാകുന്ന നമ്മുടെ ഈ ശരീരത്തിന് എന്തുവാ സംഭവിക്കുന്നത്? 2 കൊരിന്ത്യർ 5 അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് മൺകൂടാരമാകുന്ന ഭൗമ ഭവനമാണ് നമ്മുടെ ഈ ശരീരം. യേശു പറയുന്നത് യോഹന്നാൻ 4:23-24 ഭാഗങ്ങളിൽ പറയുന്നത് എന്തുവാ? ദൈവം ആത്മാവ് ആകുന്നു. ആണോ? ചേർന്നൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഉറക്കം വരുന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞേ. എല്ലാവർക്കും ഉറക്കം വന്നിരിക്കുക. ഉൽപ്പത്തി 1:26-27 ഭാഗങ്ങളിൽ ദൈവം യഹോവയാം ദൈവം പറയുക, നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കണം. അപ്പം ദൈവം ആത്മാവാണെങ്കിൽ നാം എന്തുവാ? ആത്മീയരാ. നാം വസിക്കുന്ന ഭൗമ ഭവനം ആണ് ഈ മൺകൂടാരം. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. ഇന്നലെ നമ്മൾ ആദ്യം വായിച്ച വാക്യം ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 2:7 വാക്യം ശ്രദ്ധയോടൊന്ന് വായിച്ചാലും. Genesis chapter 2 verse number 7. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. മതി. സഭാപ്രസംഗി 12:7. എക്ലസിയാസിസ് chapter 12 verse number 7. മറ്റ് ആർക്കെങ്കിലും ഒരാൾക്ക് സങ്കീർത്തനം 90 വാക്യം എടുക്കാം. എക്ലസിയാസിസ് chapter 12 verse number 7. സഭാപ്രസംഗി 12:7. Somebody else take Psalms 90 verse number 3. അപ്പോൾ നമ്മുടെ ശരീരം നാം മരിക്കുമ്പോൾ, അടക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? നാം പൊടിയിലേക്ക് തിരികെ ചേരും. ഇത് തന്നെയാ ഉൽപ്പത്തി 3:19 അതിന്റെ അവസാനത്തെ വാക്യം വന്ന പൊടി മടങ്ങി പൊടിയിലേക്ക് ചേരും. നാം ശവസംസ്കാരം ചെയ്യുമ്പോൾ മണ്ണിട്ട് കഴിഞ്ഞ് പറയുന്ന വാക്കുകളാണ് അത്. അപ്പൊ നമ്മുടെ ഈ ഭൗമ ശരീരം പൊടിയിലേക്ക് കടന്നു പോകും. അതിനെ യേശുവിന്റെ വാക്കുകളിൽ യോഹന്നാൻ 11:11 ആ ഭാഗങ്ങളിൽ കടന്ന് നിദ്രയിലേക്ക് കടന്നു പോവുകയാണ്. ആമേൻ. പൊടിയിലേക്ക്. 2:7 ഉൽപ്പത്തി 2:7 വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, പൊടി കൊണ്ട് ദൈവം മനുഷ്യന്റെ ശരീരത്തിലുണ്ടാക്കി ശ്വാസം അതിൽ ഊതി. ആമേൻ. സഭാപ്രസംഗി 12:7 ഇനി ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. അപ്പൊ അത് എടുക്കുന്ന സമയം കൊണ്ട് ഞാനൊന്ന് പറയട്ടെ, ഇത് 2 പേർക്കും ബാധകമാണ്. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, നീതിമാനാകട്ടെ രക്ഷിക്കപ്പെടാത്ത ഒരുവനാകട്ടെ, ഏതാണെങ്കിലും നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത് ഇതാണ്, പൊടിയിലേക്ക് മടങ്ങിച്ചേരും. അതിനെയാണ് നിദ്ര എന്ന് പറയുന്നത്. വായിച്ചാട്ടെ. സോ ഭൂമിയിലേക്ക് പൊടി പണ്ടായിരിക്കുന്നത് പോലെ തിരികെ ചേരും. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലും. ശവസംസ്കാര ശുശ്രൂഷയിൽ കടന്നു പോകുമ്പോൾ നാം പറയുന്നത് എന്തുവാ? ആദ്യം പറയുന്നത് എന്തുവാ? ആള് പോയി. നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പോയി. ബോഡി അവിടെ കിടപ്പുണ്ട്. ഇപ്പം എൻ്റെ മാതാവ് കഴിഞ്ഞ വർഷമാ കർത്താവിനോട് ചേർക്കപ്പെട്ടത്. അപ്പം എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത്, അമ്മ പോയി, ശരീരം അവിടെ കിടപ്പുണ്ട്. മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങളാണ് നമ്മൾ. അതിൽ വി ആർ സ്പിരിറ്റ്. നമ്മുടെ ആത്മാവെന്ന് പറയുന്ന മണ്ഡലം സൃഷ്ടാവാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ആമേൻ. ഹല്ലേലൂയ. ആർക്കാ? വിശ്വാസിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വിശ്വാസി. സങ്കീർത്തനം 93 വാക്യം ഒന്ന് എടുത്താട്ടെ. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് പറയും. പൊടിയിലേക്ക് ശരീരം ചെല്ലും. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് പറയുമ്പോൾ വി ടോക്കിംഗ് അബൌട്ട് ദ സ്പിരിറ്റ്. അതിന്റെ 10ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചിട്ട് ബ്രദറെ.
അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും നാം പറന്നു പോകുകയും ചെയ്യും. അപ്പൊ ഒരു ആത്മീയന്റെ വിഷയം കടന്നു വരുന്നത് എന്തുവാ? പൗലോസ് അപ്പോസ്തലനോട് ചോദിക്കുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21 വാക്യം ഇങ്ങനെ പറയുന്നത്, ജീവിക്കുന്നതോ ക്രിസ്തു, മരിക്കുന്നതോ ലാഭം. മരിക്കുന്നതോ ലാഭം. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ദൈവമേ, സഭായോഗങ്ങളിൽ നമ്മൾ വരുമ്പോൾ വെള്ളിയാഴ്ചയൊക്കെ കടന്നു വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരാഴ്ച അനേകർ മരിച്ചു പോയപ്പോൾ നാം ഇന്നും ജീവിച്ചിവിടെ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ മരിച്ചവർ നഷ്ടത്തിലോ തെറ്റിലോ പോയി എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ അറിയാതെ പോലും പ്രാർത്ഥിക്കരുത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണെങ്കിൽ പറയും, മരിക്കുന്നതോ ലാഭം. അതെന്താ പൗലോസേ നിനക്ക് ലാഭമാണെന്ന് പറയുവാൻ കാരണം? 23 വാക്യം പറയുന്നത്, വിട്ട് പിരിഞ്ഞ് കർത്താവിനോട് ചേരുന്നത് it is better. Hallelujah. 2 കൊരിന്ത്യർ 5:8 വാക്യം. 2 കൊരിന്ത്യർ 5:8 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 Corinthians chapter 5 verse number 8. ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പൊ ശരീരം വിട്ടാൽ നമ്മൾ എവിടാ പോകുന്നത്? കർത്താവിനോട് കൂടെ. പ്രൈസ് ബി ടു ഗോഡ്. നമുക്കിതൊക്കെ അറിയാം. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചൊരു ഭാരമുണ്ടാകണമെങ്കിൽ നാം ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർത്താലേ പറ്റത്തുള്ളൂ. ഒരാളോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഓർത്താലേ പറ്റത്തുള്ളൂ. ഇനി അല്ല, നാം ഇന്നലത്തെ ശീമോന്റെ അവസ്ഥയിൽ വല്ലതുമാണെങ്കിൽ, കപടഭക്തിയോ, നാം നേരത്തെ വായിച്ചത് 2 തിമോഥെയോസ് 3:5 വാക്യത്തിൽ ഭക്തിയുടെ വേഷം. അപ്പൊ ഈ ധനവാൻ ഭക്തിയുടെ വേഷം. ശീമോൻ എല്ലാ കാര്യങ്ങളിലും he ticked the boxes right. പക്ഷെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലായിരുന്നു. ഇനി ഈ ധനവാൻ എവിടെ പോയത്? ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? പണ്ട് ഒരു ദിവദാസൻ പറയുമായിരുന്നു, ദൈവമേ, എൻ്റെ സഭയിലെ ഓരോ വ്യക്തികൾക്ക് നരകം എന്തോ അതൊന്ന് 1 മിനിറ്റ് കാണിച്ചു കൊടുക്കണമേ. 1 മിനിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണമേ. പണ്ട് ഞാൻ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാം. ഞാനിങ്ങനെ വിശ്വാസത്തിൽ അങ്ങോട്ട് വന്നേ ഉള്ളൂ, പാസ്റ്ററോ ഒന്നും ആയിട്ടില്ല. ഈ ദൈവസ്നേഹം അകത്ത് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ അതിലല്ലാത്തവരെല്ലാം ഇപ്പം പിടിച്ച് സ്നാനപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നല്ല ഒന്നാന്തരം കുടിയനാ. പുള്ളിയുടെ അടുത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ പറയുക, നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞു. പുള്ളി ഇതെല്ലാം കൂടെ കേട്ട് കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്കങ്ങ് നരകത്തിൽ പോയാൽ മതി. ഈ നരകം എന്തുവാന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. വായിച്ചാട്ടെ 21 വാക്യം വീണ്ടും. 21 വാക്യം. 22. ഓക്കെ, ലെറ്റ്സ് ഗോ ടു 22. അപ്പൊ ധനവാൻ പോയത് എവിടാ? പാതാളത്തിലേക്ക്. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നാം പോകുന്നത് എവിടാ? കർത്താവിന്റെ അടുക്കൽ. പ്രൈസ് ബി ടു ഗോഡ്. ശരീരം ഇപ്പൊ എവിടാ? പൊടിയിൽ, നിദ്രയിൽ. ആത്മാവ് കർത്താവിനോട് കൂടി. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. അവിടെ പോയി ഉറക്കമല്ല, കർത്താവിനോട് കൂടി. ഒരു വിശ്വാസി മരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഹി ഈസ് വിത്ത് ദ ലോർഡ്. ആമേൻ. എന്നാൽ ഇവിടെ പറയുന്നു, ധനവാൻ മരിച്ചു, അവൻ പോയത് പാതാളത്തിൽ. ഇവിടെ അബ്രഹാമിന്റെ മടി എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ഭാഗത്തോട്ട് കടക്കുന്നില്ല, എങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആകത്തില്ല. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4 അതിൽ 8-9 ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, യേശു എടുക്കേണ്ട സഹോദരി, യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് പാതാളത്തിൽ കടന്നുപോയി. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന വിശ്വാസികൾ, അല്ലെങ്കിൽ പഴയ നിയമ വിശ്വാസികൾ, വിശുദ്ധന്മാർ ഉണ്ടായിരുന്നവരെയും കൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടന്നുപോയത്. ഇപ്പോൾ അബ്രഹാമിന്റെ മടി ശൂന്യമാ. പർദീസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഹെയ്ഡസ് എന്ന് പറയുന്ന വാക്ക് അല്ല, അവിടെ അല്ല.
ഉയരത്തിലാണ്. So let's not get distracted with that. പക്ഷേ that is just to bring the wholeness into the message. അപ്പോൾ ഈ പറയുന്ന പാതാളത്തിൽ എന്തോ സംഭവിക്കുന്നത് വായിച്ചാട്ടെ 23-ാമത്തെ വാക്യം. അപ്പൊ ഒരു മിനിറ്റ്, അടക്കം ഒന്ന് പെട്ടെന്നൊന്ന് ഇമാജിനേഷനാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എവിടെ എഴുതിക്കുന്നതെന്ന്. ധനവാനല്ലേ, എന്തോ ഗാംഭീര്യത്തോടുകൂടിയും പ്രൗഢിയോടുകൂടിയും എന്തെല്ലാം അലങ്കാരത്തോടുകൂടി ആയിരിക്കും ആ ഫ്യൂണറൽ നടന്നേ. ഒന്ന് ചിന്തിച്ചു നോക്കി. ലാസറിനെ എന്താ ഒരു കുഴിക്കകത്തോട്ട് അങ്ങ് ഇട്ട് കാണും, ഇടാതെ ചിലപ്പം കുറച്ചാൾ വെളി കിടന്നു കാണും, എന്തൊക്കെ ആയിരിക്കാം. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ, ബട്ട് വാട്ട് വാസ് സെഡ് ആൻഡ് ഡൺ. ലാസറിനെ ദൂതന്മാർ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക്. തിങ്സ് ചേഞ്ച്ഡ്. ബാങ്ക് ബാലൻസിനോ ധൂമ്രവസ്ത്രത്തിനോ, ഇനി പട്ടാണെങ്കിൽ പട്ടുകൊടുത്തതാകട്ടെ, കാറാകട്ടെ, റോളക്സ് വാച്ച് ആകട്ടെ, റോൾസ് റോയ്സ് ഓടിച്ച് നടന്നാകട്ടെ, എന്തെല്ലാം ഉണ്ടോ എല്ലാം തീർന്നു. ഇവിടെ പാതാളത്തിലേക്ക് പോയി. വായിച്ചാട്ടെ. യാതന, ടോർമെന്റ് എന്നുള്ള വാക്ക്. ടോർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നറിയുമോ, സമാധാനം എന്ന് പറയുന്നതല്ല. യാതന എന്ന് വെച്ചാൽ കഷ്ടത. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, അവിടെ പോയി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ. അപ്പൊ ലാസറിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഓർമ്മ ഇസ് ഇൻടാക്ട്. ഓർമ്മയ്ക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. ലാസറിന്റെ വിരലിന്റെ അറ്റത്ത്, അപ്പൊ ഒരു ശരീരമുണ്ട്, ഈ ആത്മീയ ബോഡിക്കും ഒരു ശരീരമുണ്ട്. വിരലിന്റെ അറ്റത്ത് കൊണ്ട് എൻ്റെ നാവൽ വെക്കണം എന്ന് പറയുമ്പോൾ, ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്തുവാ, ദാഹിക്കുന്നുണ്ട്. അപ്പൊ ഫീലിങ്സ് ഉണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതിനെക്കാട്ടിലും എല്ലാം എന്താണെന്നറിയാമോ, കുറ്റബോധവും റിഗ്രറ്റ്. അന്ന് മാനസാന്തരത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടില്ല. സ്നാനത്തെക്കുറിച്ച് ഞാൻ കേട്ടു, സ്നാനപ്പെട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണങ്ങൾ വരുത്തിയില്ല എന്ന് വേണ്ട. യു വിൽ ലിവ് എ ലൈഫ് ഓഫ് റിഗ്രറ്റ്. അവിടെ ഉള്ളൊരു പ്രശ്നം അബ്രഹാമിനോട് പറയുക, അവനെങ്ങി വിടുന്നു പറയുമ്പോൾ അബ്രഹാം പിതാവ് പറയുന്ന മകനെ എന്നാണ് വിളിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വരണമെന്ന് ഇച്ഛിച്ചാൽ പോലും പറ്റത്തില്ല. അവിടുന്ന് ഒരാൾക്ക് വരാൻ പറ്റത്തില്ല. There's a gulf between you and us. There's no way. In other words, U-turn ഇല്ല ആ റോഡിൽ. There's no second chance. സമയമുണ്ടെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് സമയം. അതാ പറയുന്നത്, ഇതാണ് സുപ്രസിദ്ധ കാലം. Praise be to God. അപ്പോൾ നാം പ്രസംഗിക്കുമ്പോൾ, മറ്റുള്ളവരോട് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അവിടെ എന്തുവാ. വായിച്ചാട്ടെ 24-ാമത്തെ വാക്യം. അപ്പൊ അവിടെ എന്തോ സംഭവിക്കുന്നത്, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് കഷ്ടപ്പെടുക. പലരും കൗൺസിലിങ്ങും അങ്ങനത്തെ ഒക്കെ ഭാഗം വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, സൂയിസൈഡ് ചെയ്യണം. ഇറ്റ്സ് എ സ്പിരിറ്റ്, ഇറ്റ്സ് എ സൂയിസൈഡൽ സ്പിരിറ്റ്. പക്ഷെങ്കിൽ സൂയിസൈഡ് ചെയ്യുമ്പോൾ അവരുടെ ചിന്ത എന്തുവാ, എല്ലാം അങ്ങ് അവസാനിപ്പിക്കണം. ഇത് അവസാനിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷെ ഇത് അവസാനിക്കുന്നില്ല. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഫ്രം പാൻ ഇൻ ടു ഫയർ. ചൂട് ചട്ടകത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ചാടുന്നത് തീയിലോട്ടാ. സോ ലൈഫ് ഗെറ്റ്സ് വേഴ്സ്. ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ സ്കൂളിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ യു ഷുഡ് ബി റെഡി ടു ടെൽ ദം. മത്തായി 25:41 വാക്യം. ഈ ധനവാന് സംഭവിച്ച ഒരു വലിയ വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് ആ ഒരു ഭാഗം നമുക്ക് വായിക്കാം. Matthew chapter 25 verse number 41 and 42. ശപിക്കപ്പെട്ടവർ, ഒരു കൂട്ടത്തോടാണ്, ആരാന്നൊന്നും അറിയത്തില്ല. ശപിക്കപ്പെട്ടവരോട് കാര്യം എന്തുവാ,
എനിക്ക് ഇതാരുടെ വാക്കുകളാന്ന് ഓർമ്മ വന്നല്ലോ. യേശു പറയാ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ഇതിനുള്ള മറുപടി എന്തുവാന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാ കർത്താവ് നീ വന്നത് വിശപ്പോടെ? യേശു ഇങ്ങനെ സാക്ഷാൽ രൂപത്തിൽ ഇങ്ങനെ വന്നാൽ നമ്മൾ ബിരിയാണി അല്ല, എന്തെല്ലാം വേണം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും അല്ലേ? പക്ഷേ യേശു പറയുക, ആ വിശപ്പോടെ വന്ന ഓരോ വ്യക്തികളിൽ ഞാനായിരുന്നു. ശ്രദ്ധിക്കണമേ, നമ്മളങ്ങ് വിശ്വാസികളാ, ആരെയും താത്തി പറയല്ല. ഇത് ഞാൻ പറയല്ലോ, ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ എൻ്റെ നേരെയാ. നമ്മൾ വച്ചിരിക്കുന്നത് കൊലപാതകം ഞാൻ ചെയ്യുന്നില്ല, വ്യഭിചാരം ഞാൻ ചെയ്യുന്നില്ല, മോഷണം ഞാൻ ചെയ്യുന്നില്ല, വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് യേശു പറയുകയാ. ഇത് കാരണമാ അഗ്നിക്ക് ഇരയായത്. Praise be to God. Hallelujah. Back to Acts chapter ലൂക്കോസ് 16:24 വാക്യം. അപ്പം അത് നമ്മൾ വായിച്ചു. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. സോ നമ്മുടെ ശരീരം ഇപ്പം എവിടാ? ഭൂമിയില. നാം എവിടാ? ഉറക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. നാം കർത്താവിനോട് കൂടി. അവിശ്വാസികൾ എവിടാ? പാതാളത്തിൽ. യാതന, വേദന, തിരിച്ചു വരുവാൻ കഴിയാതെ വണ്ണം ഉള്ള ഒരു സ്ഥലത്ത്, അവിടെ പുഴവും കെടാത്ത തീയും. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, എന്തെല്ലാം പാപപ്രവർത്തികളിൽ നാം ആയിരിക്കുന്നുവോ ഭൂമിയിൽ. ആരെങ്കിലും സ്വർഗത്തിൽ തീയിൽ കിടന്നുണ്ട് അതൊക്കെ. ഹോളി സ്പിരിറ്റ്. ഇത് നാം കർത്താവിനോടുകൂടി കടന്നു ചെന്നു. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത്, ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണമല്ലോ എന്ന് പറയുന്നത് പോലെ കർത്താവ് വരും. സഹോദരൻ, നമുക്ക് ആ പാട്ട് പാടണം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും. 1 തെസ്സലോനിയർ 4 അതിന്റെ 16 വാക്യം. 1 Thessalonians chapter 4 verse 16. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതന്റെ ശബ്ദത്തോടും, അഥവാ റാപ്ചർ എന്ന് പറയുന്ന മധ്യാകാശ വരവ് അവിടെ സംഭവിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ, ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, കല്ലറകൾ തുറക്കും. ക്രിസ്തുവിൽ മരിച്ചവർ അവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അവർ കർത്താവിനോട് ചേരും. പിന്നെ ജീവനോടെ നിൽക്കുന്ന നാം, ഹല്ലേലൂയ, ജീവനോടെ നിൽക്കുന്ന ദൈവ പൈതലെ, നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്തോ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, നാം അവനോട് ചേരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം അവനോട് ചേരും. ഒന്ന് കൊരിന്ത്യർ 15. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒത്തിരി തല പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൻ്റെ വാഗ്ദത്തമാ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാ. 1 കൊരിന്ത്യർ 15 അതിന്റെ 50 വാക്യം. മാംസരക്തങ്ങൾക്ക്, അപ്പൊ അതുകൊണ്ട് ഈ പൊടിയിലോട്ട് അങ്ങ് പോയത് കേട്ടോ. ഈ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ ഈ ഭൗമ ശരീരം, ദ്രവിക്കുന്ന ശരീരം, അതിന് ഒരു രൂപാന്തരം ഉണ്ടാകണം. വായിച്ചോട്ടെ. ഇനി 52 വാക്യം, സമയം കുറവാ. 52 വാക്യത്തിലേക്ക് പോവാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഭൂമിയിലുള്ള നിദ്ര എപ്പോഴത്തേക്കുമുള്ളതല്ല, അന്ത്യകാഹളനാദത്തിങ്കല്ല. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. തെസ്സലോനിയർക്ക് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂത ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും. വായിച്ചാട്ടെ. ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ദി ഐ, നമ്മുടെ ഭൗമ ശരീരം, ദ്രവിക്കുന്ന ശരീരം
നാം രൂപാന്തരപ്പെടും. Our bodies will be transformed to glorified bodies. തേജസ്കരിക്കപ്പെടുന്ന ശരീരം നമുക്ക് പ്രാപിക്കും. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. വായിച്ചട്ടെ ആ വാക്യം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ ഹല്ലേലൂയ. അമർത്യത്തെയും ധരിക്കും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ വിശ്വാസികളെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, മരണത്തിന് പിന്നെ അവരുടെ മേൽ യാതൊരു അവകാശമില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? എന്തുവാ കാൽവറി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ സംഭവിച്ചത് എന്തോന്നറിയാമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. കൊലോസ്യർ chapter 2 verse 12 onwards. ശ്രദ്ധയോടെ നമുക്ക് വായിച്ചാലും. ജ്ഞാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രത്യാശയുള്ളവരൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് വായിച്ചാട്ടെ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. പ്രൈസ് ഗോഡ്. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു എന്ന് പറയുമ്പോൾ എന്തുവായി കൈയെഴുത്തുകൾ? നാം ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ നമുക്കെതിരെ ഒരു കൈ എഴുത്ത് ഉണ്ടാകുന്നു, ശാപത്തിൻ്റെ കൈയെഴുത്തുകൾ ഉണ്ടാകുന്നു. എന്നാൽ കർത്താവിൽ മരിച്ചവർ നാം, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം, നമ്മുടെ കാര്യം എഴുതിയിരിക്കുന്നത് യേശു നമുക്ക് വേണ്ടി ചെയ്തതെന്തുവാ? നമുക്ക് വിരുദ്ധമായത് വാട്ട് എവർ വാസ് കോൺട്രറി ടു അസ്, നാം മരിച്ച് നശിച്ചു പോകേണ്ടതിന് പകരമായിട്ട് തൻ്റെ ജീവന് നൽകി. ഹല്ലേലൂയ, വീണ്ടെടുത്തു. പ്രൈസ് ബി ടു ഗോഡ്. വായിച്ചട്ടെ അതിൻ്റെ 14-15 വാക്യങ്ങൾ. Praise God. നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. അപ്പൊ ഇനി അതിനെപ്പറ്റി ഓർത്ത് നാം ഭാരപ്പെടണ്ട. 15-ാമത്തെ വാക്യം. വാഴ്ചകളെയും അധികാരികളെയും ആയുധം വർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഇനി നാം വിശ്വാസികളായ നമുക്ക് ഇത് ബാധകമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നാം ഇപ്പൊ എവിടെ? നമ്മുടെ വിത്ത് ഗ്ലോറിഫൈഡ് ബോഡീസ് നാം മധ്യാകാശത്ത് കടന്നുപോയി സ്വർഗത്തിൽ. അവിടെയാണ് ദ ലാംസ് വെഡിങ്, കുഞ്ഞാടിന്റെ കല്യാണം. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ധനവാനും കൂട്ടരും എവിടാ? യാതനാ സ്ഥലത്ത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം 5-6. മരിച്ചവരിൽ ശേഷമുള്ളവർ. അപ്പൊ ആരാ? നമ്മളെ കുറിച്ച് പറയുന്നത് എന്തുവാ? ഇവിടെ ഈ ഭാഗം പറയുന്നത് എന്തുവാ? അവരെ കുറിച്ചാ. അവർ എഴുന്നേറ്റില്ല. വായിച്ചിട്ട് ഒരിക്കൽ കൂടെ വായിച്ചിട്ട്. 1000 ആണ്ടെന്ന് വെച്ചാൽ എത്ര വർഷമാ? 1000 വർഷം നാം എവിടാ? ക്രിസ്തുവിനോട് കൂടി എന്തുവാ നാം വാഴുമ്പോൾ ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു, ആരെങ്കിലും ലിഫ്റ്റിനകത്ത് സ്റ്റക്കായിട്ടുണ്ടോ? നിങ്ങളാരും സ്റ്റക്കായിട്ടില്ല? അതല്ല, സജു ബ്രദറുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? നമ്മൾ വേർത്ത് പരവേശം കയറി എന്തോ ആകുമെന്ന് ചിന്തിച്ച് ചിലർക്ക് തലകറക്കമുണ്ടാകും. അല്ലേ? ശരിയല്ലേ മോളെ? ഇങ്ങനെയൊക്കെ പ്രയാസം. ഇനി പല്ലുവേദന വന്നിട്ടില്ലാത്തവരാരും കാണത്തില്ലല്ലോ. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. 2 മിനിറ്റ് 5 മിനിറ്റ് സഹിക്കാൻ പറ്റുമോ? 1000 ആണ്ടായിട്ടും they are in pain and torment. രാവിലെ നില്ല, ഷിഫ്റ്റ് ഡ്യൂട്ടി ഇല്ല കേട്ടോ. രാവിലെ നില്ല, രാത്രി നില്ല, അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്.
വായിച്ചിട്ട് അതിൻ്റെ 6-7 വാക്യം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉം. പങ്കുള്ളവൻ ഭാഗ്യവാൻ. പ്രൈസ് ബി ടു ഗോഡ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഇത് നാം ഉയർത്തെഴുന്നേറ്റ അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ആദ്യത്തെ നല്ല പുനരുത്ഥാനത്തിന് തന്നെ പല ലെവലുകളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആദ്യത്തെ പുനരുത്ഥാനം യേശുവിൻ്റെതാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 1 Corinthians 15-20 എടുക്കണ്ട, നിങ്ങൾക്ക് if someone is noting down you can write it down. കൊലോസ്യർ 1:18 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. He is the first born in the resurrection. ഓക്കെ, എന്നിട്ട് വായിച്ചട്ടെ. പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. കാര്യം എന്താ? അവരുടെ മേൽ രണ്ടാം മരണത്തിൽ അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരം. അധികാരമില്ല. ഹല്ലേലൂയ. അതിനെയാണ് നിത്യത എന്ന് പറയുന്നത്. പ്രൈസ് ബി ടു ഗോഡ്. വായിച്ചാട്ടെ. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അവർ 1000 ആണ്ട് വാഴും. അവരല്ല, നാം. ചേർന്ന് പറഞ്ഞാട്ടെ, നാം 1000 ആണ്ട് വാഴും. ഇനി അതിന്റെ 10-11 ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും അവർ പയ്യെ വായിക്കണം ആ വാക്ക്. അവരെന്നേക്കും. അപ്പൊ എന്നേക്കും എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഫോറെവർ മീൻസ് ഫോറെവർ. എന്നേക്കും. വായിച്ചാട്ടെ സഹോദരി. പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇനി താഴോട്ടുള്ള വായിച്ച്. ഒരു വെള്ള സിംഹാസനം, ദ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ഇതാർക്കാന്നറിയാമോ? ഈ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ഇവരും ഭൂമിയിൽ നിന്നും ഉയർത്തെഴുന്നേക്കും. യോഹന്നാൻ 5 എടുക്കണ്ട, എഴുതിക്കോ. യോഹന്നാൻ 5 അതിൻ്റെ 28-29 ഭാഗങ്ങളിൽ യേശു പറയുക ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി. നീതിമാന്മാർക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്, നീതീകരണം പ്രാപിക്കാത്തവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അത് ജഡ്ജ്മെന്റിന് വേണ്ടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ദാനിയേൽ 12 അതിൻ്റെ 2-ാമത്തെ ഭാഗം. ദാനിയേൽ, അതാർക്കെങ്കിലും ഒന്നെടുക്കുമോ? Daniel chapter 12 verse number 2. ദാനിയേൽ, സഹോദരി ആ പേജ് കളയല്ലേ. Daniel chapter 12 verse number 2. ചിലർ നിത്യജീവനായി. ഈ ചിലരാരാ? നാം. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി. സഹോദര സഹോദരി, ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. നാം ഈ ഭൂമിയിൽ 90-ാം സങ്കീർത്തനം പറയുന്നത് 70 അല്ലെങ്കിൽ 80. അത് കഴിഞ്ഞാൽ കഷ്ടം. ഇതെല്ലാം ഇന്നലെ എന്നുള്ളത് പോലെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഷടേന്നാ. എനിക്ക് 50-ാമത്തെ വയസ്സായപ്പോൾ 50 വയസ്സായി എന്ന് ഞാൻ ചിന്തിച്ചേ ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഇതേ ചോദ്യം എൻ്റെ മാതാവിനടുത്ത്. മമ്മി 87 ആയിരുന്നു. മമ്മടുത്ത് ചോദിച്ചു. മമ്മി ഒരു തരം സമയം ഇന്നലെ പെട്ടെന്ന് അങ്ങ് പോയി, പെട്ടെന്ന്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു ഫോർ എവർ, നിത്യനിന്ദ, നിത്യയാതന. അപ്പോൾ നാം ചോദിക്കേണ്ട ഒരു ചോദ്യം, അല്പകാലത്തെ ചില പ്രയാസങ്ങൾ, എന്നാൽ നിത്യത ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. വായിച്ചാട്ടെ. വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം എല്ലാവരും. പിന്നെ എഴുതിയിട്ടുണ്ട്, വെള്ളത്തിൽ പോയവര്, തീ പോയവര്, ഒരാൾ പോലും എക്സെപ്ഷൻ ഇല്ല. എല്ലാവരും ഈ പറയുന്ന വെള്ള സിംഹാസനം, ദ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഷുഡ് ബി എ മാറ്റർ ഓഫ് കൺസേൺ ആൻഡ് ഫിയർ ടു എവ്രി വൺ. സൃഷ്ടാവാം ദൈവത്തിൻ്റെ മുൻപിൽ വരാതെ ആർക്കും പറ്റത്തില്ല. ഇതിൽ നാം കടന്നു ചെല്ലത്തില്ല. Because there is no more judgment for you and me. അത് നിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് വായിക്കാം. John chapter 5 verse number 24. John 5:24. യോഹന്നാൻ 5. Praise God.
അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. ഇതാണ് വിശ്വാസിക്കുള്ളത്. അതുകൊണ്ട് വചനത്തിന്റെ വ്യവസ്ഥയിൽ നാം നോക്കുമ്പോൾ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു us. എങ്കിലും നാമും ഈ പറയുന്ന നമ്മുടെ സൃഷ്ടാവാൻ ദൈവത്തിന് മുമ്പിൽ പോയി നിൽക്കും, വിശ്വാസികളും നിൽക്കും. അത് ജഡ്ജ്മെന്റിനല്ല, ദാറ്റ് ഇസ് ഫോർ കമൻഡേഷൻ. ഹല്ലേലൂയ, പ്രതിഫലം. നാം നമ്മുടെ ശരീരത്തിലായിരുന്നപ്പോൾ നല്ലത് ചെയ്തതിനും എല്ലാത്തിനുമുള്ള ഒരു പ്രതിഫലമുണ്ട്. റെക്കഗ്നിഷൻ ടൈം ദാറ്റ് കംസ്. എൻ്റെ വിഷയം അതല്ല, നിത്യത അല്ല വിഷയം. ഞാൻ പറഞ്ഞല്ലോ, പ്രിപ്പറേഷൻ ഫോർ ഇറ്റേണിറ്റി. വായിച്ചാട്ടെ. പുസ്തകങ്ങൾ തുറന്നു. ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ട്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം, അതാ നാം വായിച്ച കുറിവാക്യം. ജീവന്റെ പുസ്തകം, അതിനകത്ത് പേരുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ പുസ്തകങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പലതരത്തിലെ പുസ്തകങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓർമ്മയുടെ പുസ്തകം, പ്രവൃത്തിയുടെ പുസ്തകം എന്ന് വേണ്ട പല, അതിനകത്ത് ഒരു പുസ്തകമായിരിക്കും വിശുദ്ധ വേദപുസ്തകം. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാനൊക്കത്തില്ല. ബൈബിൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു ചോദിക്കും. ബൈബിൾ എത്ര പേര് ഫ്രീ ആയിട്ട് തന്നു വാങ്ങിക്കാതിരുന്നത്? ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല, പക്ഷെ അവിടെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, പല പോലീസ് സ്റ്റേഷനിൽ എഴുതിയിട്ടുണ്ട്, ഇഗ്നോറൻസ് ഇസ് നോട്ട് എ എക്സ്ക്യൂസ്. ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ആസ് സിറ്റിസൺസ് ഓഫ് ദിസ് കൺട്രി വി നീഡ് ടു നോ ദ ബേസിക് റൂൾസ് ഓഫ് ദിസ് കൺട്രി. ബൈബിൾ എന്ന് പറയുന്നത് ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത് എന്ന് ചിലരൊക്കെ പറയുന്നു. ബേസിക് ഇൻസ്ട്രക്ഷൻസ്. ബൈബിൾ നമ്മുടെ വായന എത്ര ഉണ്ട്? ദൈവസന്നിധി നമ്മൾ എത്ര നേരം ഇരിക്കുന്നുണ്ട്? ബൈബിൾ വായിക്കുന്നതും, ഞാൻ ദുബായ് പ്രസംഗിക്കുമ്പോൾ ഗൾഫ് ന്യൂസ് എന്നാണ് അവിടുത്തെ പേപ്പറിൻ്റെ പേര്. ഇവിടുത്തെ മെയിൻ പേപ്പർ ഏതാ? ഒമാൻ ടൈംസ്. മിനിയാന്ന് മോളും എന്തോ വായിച്ചത് ഓർമ്മയുണ്ടോ? ഒമാൻ ടൈംസ് മിനിയാന്ന് വായിച്ചത് അല്ല, പോട്ടെ, ഇന്ന് വായിച്ചായിരുന്നോ? നാം പലപ്പോഴും വായിക്കും, ഇതിലേക്ക് കയറി അതിലേങ്ങ് പോകും. പണ്ടൊരു തിരുമേനി പറഞ്ഞതിനകത്ത് കാര്യമുള്ളതുകൊണ്ട് ഞാൻ പറയുക. പുള്ളി പറഞ്ഞു, നിങ്ങൾ ബൈബിൾ വായിക്കരുതെന്ന്. നിങ്ങൾ ബൈബിൾ വായിക്കരുത്, വലിയ പ്രശ്നമാണ്. ബൈബിൾ വായിക്കരുതെന്ന്. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ മലയാള മനോരമയും മംഗളവും ഒക്കെ വായിച്ചോ. ബൈബിൾ വായിക്കരുത്, ബൈബിൾ ധ്യാനിക്കണം. കാര്യം മനസ്സിലായോ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നാം വായിച്ച് അതിൽ നാം നിലനിൽക്കണം. നമ്മുടെ പ്രാർത്ഥനാ ശൈലിക്കൊരു മാറ്റം വരും. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ബൈബിൾ നമ്മൾ വായിക്കാത്ത, വചനമില്ലാത്തത് കൊണ്ടാണ്. അതെന്താ പോളെ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ 15 അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, ഇഫ് മൈ വേർഡ് അബൈഡ്സ് ഇൻ യു വാട്ട് എവർ യു ആസ്ക് ഇൻ പ്രേയർ. എൻ്റെ വചനം നിങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നൽകിയ യേശുവിൻ്റെ വാക്കുകളാണ്. 1 യോഹന്നാൻ 5:14 യോഹന്നാൻ പറയുന്നത് ഇങ്ങനെ, ദിസ് ഈസ് അവർ കോൺഫിഡൻസ്. എന്തുവാ ഞങ്ങളുടെ ഉറപ്പിതവാ? എന്താ ഉറപ്പ്? ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ചോദിക്കുന്ന എന്തും നൽകുന്ന ഒരു ദൈവം. പ്രൈസ് ബി ടു ഗോഡ്. അപ്പോൾ അവർ ഈ പറയുന്ന ഇതാണ് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞത്. അവർക്ക് ഒന്നും, ഒരു എക്സ്ക്യൂസും അവർക്ക് കാണത്തില്ല. അന്നേരം കുറെ റിഗ്രറ്റ്സ് കാണും. അന്നേരം എനിക്ക് ഒരു അവസരോടത്ത നത്തിങ് ഇസ് ഗോയിങ് ടു വർക്ക്. വായിച്ചാട്ടെ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളി. Praise be to God. So this is the end of the beginning എന്ന് പറയും. അയ്യോ കഷ്ടം. ഇത് ഇനി നമ്മുടെ ജീവിതത്തിൽ we need to see, ഈ പറഞ്ഞ ശീമോന്റെ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ആഖാന്റെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? കബളിപ്പിച്ച് ആണോ നാം നടക്കുന്നത്?
ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? One prayer will change our life. ഒരൊറ്റ പ്രാർത്ഥന. എൻ്റെ ദൈവമേ, ദാവീദിൻ്റെ പ്രാർത്ഥന 139 സങ്കീർത്തനം. ഞാൻ ദാവീദിനോട് അസൂയപ്പെട്ടിട്ടുണ്ട്. എന്തുവാ? ഒന്ന് ശോധന ചെയ്യണമേ, ഇഫ് ദർ ഇസ് എനിത്തിങ് ദാറ്റ് ഇസ് റോങ് ഇൻ മൈ. അതായത് പുള്ളി ശോധനയൊക്കെ ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ട് ദൈവത്തിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞു കൊടുത്താൽ മാറ്റാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ദാവീദ്. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗമൊക്കെ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ലിസ്റ്റ് എഴുതുക, എൻ്റെ ലിസ്റ്റുകൾ എഴുതിയിട്ട് തീരുന്നില്ല. എൻ്റെ ദൈവമേ. അപ്പം ദൈവം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുക ഓൾറെഡി. അല്ലാതെ തന്നെ നമുക്കറിയാം അങ്ങനെ ലാഘവത്തോടെടുക്കാനുള്ളൊരു ജീവിതമല്ല നമ്മുടെ ജീവിതം. വലിയ വലിയ വിഷയങ്ങളെക്കുറിച്ചല്ല ആവശ്യക്കാരന് നമ്മൾ മനസ്സലിവ് തോന്നിയില്ല. ദൈവസ്നേഹം നമ്മളില്ലാതെ ആയിപ്പോയോ? സ്വസ്നേഹികളായിപ്പോയോ? ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മാത്രമായിപ്പോയോ? ദൈവം അന്വേഷിക്കുകയാണ് ദൈവത്തിൻ്റെ കരങ്ങളായി മാറ്റുവാൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തുവാ? ഉൽപ്പത്തി 12 അതിൻ്റെ 2:3 വാക്യങ്ങളിൽ അബ്രഹാമിന് കൊടുക്കുന്നത്, നീ ഒരു അനുഗ്രഹം ആയിരിക്കും. എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന വലിയ ലിസ്റ്റാണ്. പ്രൊമോഷൻ, ഇൻക്രിമെൻ്റ്, അത് ഇത് മറ്റത്, ജോലി, മെറ്റീരിയൽ തിങ്സ് ആണോ നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും വലിയ പട്ടിക? അതോ ആത്മീയ വിഷയങ്ങളാണോ? God is looking for people who can become his hand. മനസ്സലിവ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതല്ല, ദൈവം നമുക്ക് തരുന്ന. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? കണ്ടിട്ടും കണ്ടില്ല, കേട്ടിട്ടും കേട്ടില്ല എന്ന് പറഞ്ഞ് നാം ചിന്തിച്ചങ്ങ് നടക്കുകയാണോ? നമ്മൾ ഒരു പക്ഷേ നാം ധൂമ്ര വസ്ത്രവും അല്ലെങ്കിൽ ഈ പറയുന്ന നേരിയ തുണിയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ വെള്ളയൊക്കെ ഇട്ട് ഒക്കെ ആയിരിക്കാം നാം നടക്കുന്നത്. ബട്ട് ഗോഡ് സീസ് അവർ ഹാർട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവം എനിക്ക് തന്നത്, ഭാരം തന്നത് ഇവിടെ വന്ന് തീപ്പൊരി പ്രസംഗിക്കാനല്ല, ഹൃദയങ്ങളെ ശോധന ചെയ്ത് മുറിക്കാനായിട്ട്. ദൈവം ഒരാൾ പോലും നശിച്ചു പോകരുത്. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി. അതിൽ ഒരാൾ പോലും ഭാഗവാക്കാകാതെ പോകരുത് നിർബന്ധമുള്ള ഒരു അപ്പനാണ് നമ്മുടെ അപ്പനാം ദൈവം. സ്നേഹനായ ദൈവമാ. ഹല്ലേലൂയ. അവസാന തുള്ളി രക്തം വരെയും തന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണുകളെ ശാന്തമായി നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ. ഹൃദയങ്ങളെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ അവിടെ കരടായിട്ടോ ഏതെങ്കിലും കയ്പായിട്ടോ ഏതെങ്കിലും ബന്ധനങ്ങളിൽ ആയിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ഒന്ന് താഴ്ത്തി വെച്ചാട്ടെ. ചില പുതിയ തീരുമാനങ്ങളിലൊക്കെ ഒന്ന് കടന്നു വന്നാട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റം കടന്നു വരുവാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാ സഹോദര സഹോദരി. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല, ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. ദൈവ ജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങളെ ഞാൻ മരുഭൂമിയിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് വരുത്തുവാൻ തക്കോണം, നിങ്ങൾക്ക് ആഹാരമില്ലാത്ത അനുഭവത്തിൽ ഞാൻ കൊണ്ടുപോയത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനത്താലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിലേക്ക് ഒന്ന് തിരിയുവാൻ തക്കോണം ചില അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് ദൈവം നമ്മളെ മറന്നു പോയിരിക്കുന്നത് കൊണ്ടല്ല, ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാനുള്ള ഏറ്റവും നല്ല ഒരു സമയമാണ്. ആത്മീയമായ ചില വിഷയങ്ങളെ ഒന്ന് തിരഞ്ഞെടുത്താലും പ്രയോറിറ്റൈസ് ഗോഡ്. യേശുവിന്റെ വാക്കുകളിൽ പറയുകയാണ്, മത്തായി 6:33 പറയുന്നത്, 31 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: Seek his kingdom and his righteousness. എപ്പോഴാ? First. Seek first his kingdom and righteousness. ദൈവരാജ്യത്തെ, ദൈവത്തിൻ്റെ നീതിയെ, അതോടെ കൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. പലപ്പോഴും നമ്മുടെ ഓട്ടം എല്ലാത്തിൻ്റെ പിന്നിലാണ്. നമ്മുടെ ഓട്ടം അവസാനം സമയം കിട്ടുവാണെങ്കിൽ ദൈവരാജ്യത്തിന് കൊടുക്കാം. വാട്ട് ഈസ് ആ പ്രയോറിറ്റി? ഒരു ഭവനത്തിൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്യൂഷന് വിടുന്നതാണോ പ്രയോറിറ്റി, അതോ ബൈബിൾസ് ക്ലാസ്സിന് വിടുന്നതാണോ പ്രയോറിറ്റി?
പ്രാർത്ഥിച്ചോ എന്നുള്ള ചോദ്യമാണോ നമ്മൾ ആദ്യം ചോദിക്കുന്നത്? ഹോംവർക്ക് ചെയ്തോ എന്നുള്ള ചോദ്യമാണോ നമ്മൾ ആദ്യം ചോദിക്കുന്നത്? ദൈവരാജ്യത്തെ സംബന്ധിച്ച് നാം ധനികരാണോ അല്ലയോ? ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ എടുക്കുന്നുണ്ടോ? ആർ വി ഗിവിംഗ് ഗോഡ് ദ ലാസ്റ്റ് പ്രയോറിറ്റി? എഫെസോസിലെ സഭയോട് യേശുവിന് ചോദിക്കാൻ മറ്റൊന്നുമല്ല, നിന്റെ ആദ്യ സ്നേഹം എവിടെ എന്നുള്ള. ഗോഡ് വാണ്ട്സ് ദ നമ്പർ 1 സ്പോട്ട്. ഇന്ന് രാത്രിയിൽ ഹൃദയങ്ങളൊന്ന് ശോധന ചെയ്ത്, വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? വേർ ഈസ് ജീസസ് പ്ലേസ് ഇൻ യുവർ ലൈഫ്? സ്നേഹവനായ പരിശുദ്ധ പിതാവേ, വീണ്ടും ഒരിക്കലും നാഥ തിരുപാദപീഠങ്ങളുടെ കടികളിൽ ഇതാ ഒരുമിച്ച് കടന്നു വരുന്നു. എന്റെ പൊന്നു നാഥനാം ദൈവമേ, അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യത, അങ്ങയുടെ പൊന്നോമന പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവന് പോലും ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയം. There is no condemnation for those who are in Christ. ഇന്ന് രാത്രിയിൽ എൻ്റെ പൊന്നുനാഥനാഥയുമായി ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുന്നു. അങ്ങിൽ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് യാചിക്കുകയാണ്, അങ്ങയുടെ കൃപയ്ക്കായി യാചിക്കുകയാണ്. ഈ പാപഭങ്കുലമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അങ്ങയുടെ കരങ്ങൾ പിടിച്ചു നടപ്പാനുള്ള കൃപ അധികമായി അമിതമായി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ അങ്ങേക്ക് അനിഷ്ടമായത് എന്തെല്ലാം ആകട്ടെ, പ്രവൃത്തികളാകട്ടെ, ചിന്തകളാകട്ടെ, നോട്ടങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, തെറ്റായ മോഹങ്ങൾ, തെറ്റായ ഓർമ്മകൾ, ആ ഓർമ്മകളെ നമ്മൾ താലോലിച്ച് നടക്കുന്ന അനുഭവങ്ങളാകട്ടെ, നിഗളമാകട്ടെ, ഹല്ലേലൂയ, മറ്റുള്ളവരോട് യാതൊരു സ്നേഹമില്ലാത്ത രീതിയിൽ കൈപ്പോടുകൂടി നടക്കുന്ന വിഷയമാകട്ടെ, ഏത് വിഷയമാണെങ്കിലും എൻ്റെ പൊന്നുനാഥനാം ദൈവമേ, ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നു, നിത്യത നഷ്ടമാക്കിയ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വേണ്ട രാജ. അങ്ങ് അടികളോട് കൃപ ചെയ്യുവാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നുനാഥനാം ദൈവമേ, പഴയ മനുഷ്യനെ അവരുടെ പ്രവൃത്തിയോട് ഉരിഞ്ഞു ദൂരെ കളയുവാൻ തക്കമുള്ള കൃപ നൽകുമാറാകണം. സമർപ്പണത്തിലേക്ക് പൂർണ്ണമായി കടന്നു വരുവാൻ നമ്മുടെ ജഡത്തെ ഹല്ലേലൂയ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജഡികമായ വിഷയങ്ങളുടെ മേൽ ജയിക്കുവാൻ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നു നാഥനേ, അങ്ങയുടെ കൃപ അമിതമായി പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. Do what only you can do, my master. Hallelujah. അങ്ങേക്ക് പ്രസാദകരമല്ലാത്ത ഏതെല്ലാം വിഷയമുണ്ടോ എന്റെ ദൈവമേ, അത് മാറ്റിയെടുക്കാനുള്ള കൃപയും ബലവും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നു നാഥനേ, അങ്ങേക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയം, അങ്ങേക്ക് അനിഷ്ടമല്ലാത്തതെല്ലാം നമുക്ക് വെറുപ്പായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിനോട് നാം ചേർന്ന് സങ്കീർത്തനം 51:10 പറയുന്ന പോലെ, ലോർഡ് ക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട്, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് എന്ന് പറഞ്ഞാട്ടെ, എന്റെ ദൈവമേ, എന്റെ ഹൃദയത്തെ ഒന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എന്റെ ഹൃദയത്തെ ഒന്ന് തൊടുമാറാകണമേ. പലപ്പോഴും എനിക്ക് അറിയാം തെറ്റാണ്, എന്നാൽ അതിനെ ഓവർകം ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ ഹൃദയത്തെ അങ്ങൊന്ന് തൊടണമേ. അങ്ങല്ലാതെ മറ്റാർക്കും തൊടുവാൻ സാധ്യമല്ല. എനിക്ക് താൽക്കാലികമായ ഒരു മാനസാന്തരമല്ല, താൽക്കാലികമായ ഒരു മാറ്റമല്ല, നിത്യമായ ഒരു മാറ്റം, നിത്യജീവന് ഹല്ലേലൂയ യോഗ്യമായ അങ്ങ് വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തോടെ നടപ്പാനുള്ള കൃപ നൽകുമാറാകണം. ഓ ലോർഡ്, അടികൾ ഓരോരുത്തരും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വാസ്തവത്തിൽ ഹൃദയം കൊണ്ട്, തകർന്നു നുറുങ്ങിയ ഹൃദയം കൊണ്ട് ഇന്ന് രാത്രിയിൽ വാസ്തവത്തിൽ അങ്ങയോട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഉണർവിന്റെ കാറ്റായി ഇത് മാറട്ടെ, ഒരു വിപ്ലവം തുടങ്ങട്ടെ. അടികളെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിന് അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നല്ല ഗാനങ്ങൾ ആലപിപ്പാൻ തക്കണമുള്ള കൃപ പൈതങ്ങൾക്ക് അങ്ങ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റ് ചെയ്യുവാൻ അങ്ങടെ മകൻ അങ്ങ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. സൗണ്ട് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുവാൻ അങ്ങടെ മകന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. കണ്ടക്ട് ചെയ്യുവാൻ, മിനിസ്റ്റർ ചെയ്യുവാൻ ഒക്കെ അങ്ങടെ ദിവ്യദാസന്മാർക്ക് അങ്ങ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. അങ്ങടെ മാറ്റമില്ലാത്ത വചനവുമായി അങ്ങ് അടികളോട് ഇടപെട്ടതിനായി നന്ദിയോട് സ്തോത്രം. ഈ ഭവനത്തെ തിരുക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. ജോസ് പാസ്റ്ററുടെ കുടുംബത്തെ പരിപൂർണമായ തിരുക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. സ്തോത്രം. സഭയിലെ ഓരോ വ്യക്തികളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ലൈവായി നമ്മെ വീക്ഷിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എൻ്റെ പൊന്നുനാഥനാം ദൈവമേ, വചനം കേട്ട് മറന്നു പോകുന്നവരായി തീരുവാനല്ല,
വചനം കേട്ട് നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരായി മാറിപ്പോകാനല്ല, അത് ക്രിയയായി മാറട്ടെ. ജീവിതങ്ങളിൽ ഒരു മാറ്റം വരട്ടെ, രൂപാന്തരം വരട്ടെ. ഞങ്ങളുടെ തലമുറകളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളിൽ ഒന്നുപോലും നഷ്ടമാകാതെ വണ്ണം എന്റെ പൊന്നു നാഥനാഥമേ അങ്ങേക്ക് പ്രസാദകരമായി ജീവിക്കുന്ന ഈ തലമുറ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ശക്തമായി എടുത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു കൂട്ടത്തെ അങ്ങ് ഇവിടെ ഉയർത്തുന്നതിനായി സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അടുത്ത ഒരു ജനറേഷൻ ദൈവം ഉയർത്തുകയാണ് ഈ സഭയിൽ. ഈ സലാല ദേശത്തിന് ഒരു അനുഗ്രഹമായി മാറുവാൻ തക്കോളം അടുത്ത തലമുറ ദൈവം തൊടുകയാണ്. യെസ് ലോർഡ്, ഹല്ലേലൂയ. വി പ്രൈസ് യു മൈ മാസ്റ്റർ. ഹല്ലേലൂയ. സഭയിലെ ഓരോ ശുശ്രൂഷകന്മാരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചു നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എന്റെ പൊന്നുനാഥൻ നാളത്തെ മീറ്റിംഗിന് തിരുക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നാളത്തെ കർത്തൃമേശ ശുശ്രൂഷ എല്ലാം അങ്ങ് അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ പരിപൂർണമായി ഒരിക്കൽ കൂടെ താഴ്ത്തിയേൽപ്പിക്കുക. ഞങ്ങൾ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. തിരുസാന്നിധ്യം നമുക്ക് മുമ്പേ കടന്നു പോകുന്ന ഒരു നല്ല ദൈവമാകാൻ സ്തോത്രം. താഴ്ത്തിയേൽപ്പിക്കുന്ന കൃപയിൽ മറച്ചാട്ട് നടത്തിയാട്ടെ. സകല മഹത്വം പുകഴ്ച അങ്ങേക്ക് മാത്രം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശുവിന്റെ കൃപ, ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂട്ടായ്മയും നാം ഏവരോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ വേഗം വരണമേ. Praise be to God. God bless you all abundantly. Jesus loves you.